സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ ആഫ്റ്റർ സർവീസ് കുറേ ആളുകളുണ്ട്, കോമ്പറ്റീഷനാണ്. നമ്മളുടെ റെക്കോർഡ്സ് നിർബന്ധമായിട്ടും ഒരു 10 വർഷമെങ്കിലും നമ്മൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓൺ വോയിസ് വീഡിയോയുമായിട്ട് എത്തിയത് കേട്ടോ. സംഭവം ഒന്നുമില്ല, നിങ്ങൾ ഒമാനിലുള്ളവരാണോ? ഒമാനിൽ നിന്ന് എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്? എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒമാനിൽ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ചെറുതായാലും വലുതായാലും പലതരത്തിൽ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് പല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഒമാനിലൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, പിന്നെ അതേപോലെ വാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിക്ക് ആവശ്യമായ നെറ്റ്വർക്കിംഗ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ CCTV, ഇല്ലെങ്കിൽ ഹാർഡ്വെയർ ആയാലും ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയാലും പല ഓഫീസുകൾ പലതരമായിരിക്കും. ഇല്ലെങ്കിൽ ഗ്രോസറി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഹോട്ടലായിക്കോട്ടെ, ഇല്ലെങ്കിൽ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ, അങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒക്കെ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ ഒരേ കുടക്കയിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തം കമ്പനിയായ സീഗ ഇൻ്റർനാഷണൽ ടെക്സോഫ് എന്ന് പറഞ്ഞ IT ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഡീറ്റെയിൽസ് ആട്ടോ. നമ്മളെ വർക്ക് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന, ഇല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ എന്നെ പോലത്തെ ആളുകൾക്ക് നമുക്ക് ആ വർക്ക് തന്നാൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സുഹൃത്ത് ചെയ്തു തരുന്ന, അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ തരും. നല്ല ഡീൽ ചെയ്യുന്ന നല്ല കമ്പനി ഉണ്ട്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീംസ് ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതായിരിക്കും നിങ്ങളുടെ കമ്പനിക്ക് ഹാർഡ്വെയർ, അതുപോലെ ഈ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ നമ്മൾ വിളിക്കാൻ നമ്മളെടുത്ത് എല്ലാവിധ സോഫ്റ്റ്വെയറും ഉണ്ട്. ഹൈപ്പർ ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ടലായിക്കോട്ടെ, കഫേ ആയിക്കോട്ടെ, കോഫി ഷോപ്പ് ആയിക്കോട്ടെ, റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പല ഷോപ്പുകൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പുകൾ, അല്ലെങ്കിൽ കാർ ഷോറൂമിൻ്റെ കാർ ഷോറൂം, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഷോറൂമോ കാര്യങ്ങളാണ്. അതിൻ്റെ ഒക്കെ പല തരത്തിലുള്ള സ്പെയർ പാർട്സ് ആയാലും അങ്ങനത്തെ സർവീസ്, ഇപ്പോൾ കാർ സർവീസിൻ്റെ നല്ല ഗ്യാരേജിൻ്റെ സോഫ്റ്റ്വെയർ, അങ്ങനെ പല സോഫ്റ്റ്വെയർ നമ്മൾ ഓൺ കമ്പനീൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് ഇവിടെ ഒമാനിൽ. അവർക്ക് ആവശ്യമുണ്ടെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വാറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓഡിറ്റ്, വാറ്റ് അസസ്മെൻറ്റ്, വാറ്റ് റിട്ടേൺ ഉണ്ടെങ്കിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ നിലവിലുള്ള ഒരു കമ്പനിക്ക് ഇപ്പോൾ അക്കൗണ്ട്സും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ആ അക്കൗണ്ട്സിൻ്റെ മുകളിൽ മുതലാളിമാർക്ക്, ഇല്ലെങ്കിൽ ഓണേഴ്സിന് അതിൻ്റെ പിറകെ നടന്ന് നോക്കാനുള്ള ടൈം കിട്ടുന്നുണ്ടാവില്ല. അക്കൗണ്ട്സ് ടീം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതാണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കമ്പനിക്ക് ആവശ്യമായ അക്കൗണ്ട്സ് നോക്കാനും നമ്മളെ കമ്പനി മുന്നോട്ട് വരും. ഓക്കെ, അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിലവിൽ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ പുതുതായി വരുന്നവർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നിലവിൽ ഇവിടെ ഒമാനിൽ ആൾറെഡി ബിസിനസ് ചെയ്യുന്നവർക്കും, നിങ്ങളിപ്പോൾ ഓഡിറ്റ് കമ്പനി ആയാലും ഇല്ലെങ്കിൽ വാറ്റ് ആയാലും, നിങ്ങൾ അവരെ മാറ്റിയിട്ട് പുതിയ ടീമിന് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ഇൻകം ടാക്സ് അടക്കേണ്ട ടൈമൊക്കെയാണ് വരുന്നത്, വാറ്റിൻ്റെ ടൈമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ വിളിച്ചോളി. പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ ആഫ്റ്റർ സർവീസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് എങ്ങനെ ഉണ്ടെന്നാണ് അധികം ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളെ കുറേ ആളുകൾ ഒമാനിലുണ്ട്, മാർക്കറ്റിൽ കുറേ ആളുകളുണ്ട്, കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന കുറേ ആളുകളെടുത്ത് കുറഞ്ഞ പൈസക്ക് കിട്ടും. പക്ഷേ നല്ലൊരു പ്രോപ്പർ കമ്പനിക്ക് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെക്കോർഡ്സ് നിർബന്ധമായിട്ടും ഒരു 10 വർഷമെങ്കിലും നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ 1-2 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടാവോ ഇല്ല എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നല്ല വലിയ കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോയാലും വേറൊരാളായാലും അല്ലെങ്കിൽ വേറൊരാളായാലും ഇവിടെ നമ്മളെ കമ്പനിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഡീൽ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ റെക്കോർഡ്സും കാര്യങ്ങളും നിങ്ങളുടെ
ഡാറ്റയും കാര്യങ്ങളും ഒക്കെ സേഫായി തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ബിസിനസ് സ്റ്റാർട്ട് നടക്കുന്നവരും അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ വെക്കാൻ പ്ലാനുള്ളവരും ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ്, നമ്മളൊരാളെ കയ്യിൽ നിന്ന് സോഫ്റ്റ്വെയർ വാങ്ങുന്നത് എങ്ങനെയെങ്കിലും കസ്റ്റമർക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത ആദ്യം മാറ്റിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ, ഡെയിലി റിപ്പോർട്ട് കാര്യങ്ങൾ അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ എക്സ്പെൻസ് ആയാലും കാര്യങ്ങൾ, നിങ്ങളെ പർച്ചേസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവം തന്നെയായിരിക്കും സോഫ്റ്റ്വെയർ. ഇനി സോഫ്റ്റ്വെയറിനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കുറേ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങൾ നേരത്തെ എവിടെയൊക്കെയാണ് ഈ ഇതുപോലെ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മസ്കയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഉദാഹരണത്തിന് ഞാൻ അൽക്കൂദ് സൂക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാബിൽ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാബിൻ്റെ പല ബ്രാഞ്ചുകളുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഓഫീസുകളും കാര്യങ്ങളും. പിന്നെ റൂവിയിലാണെന്നുണ്ടെങ്കിൽ കേരള മോട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഗ്യാരേജിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് പോയി നോക്കേണ്ടി. നിങ്ങൾ നമ്മളെ സോഫ്റ്റ്വെയറാണ് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് CCTV നല്ല ഹൈ ലെവൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇവിടെ മലബാർ ഗോൾഡ് ഒക്കെ ചെയ്യുന്നതും നമ്മളെ കമ്പനി തന്നെയാണ്. സിഗ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് ഈ സെക്യൂരിറ്റി സിസ്റ്റം അതേപോലെ അവിടുത്തെ CCTV കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ വർക്കുകളാണ് നമ്മൾ നിലവിൽ നമ്മളെ കമ്പനി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇവിടെ പുതിയ കമ്പനി വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോളി. നമുക്ക് എന്ത് ചെയ്യുക, നേരിട്ട് ഡീൽ ചെയ്യുക, സംസാരിക്കുക, നമ്മൾ ഡെമോ കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. വരാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട്.